ടി ബി മിനി, ഇപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാന പ്രതികരണം എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ച ഭാഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആർക്കൊക്കെ എതിരെയാണ് പരാതി, ആരാണ് പരാതി പറയുന്നത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരാതിയുള്ളവർ വരട്ടെ, അവർ നേരിട്ട് വന്ന് വനിതാ കമ്മീഷനിൽ പരാതി തരട്ടെ, അപ്പോൾ കേസെടുക്കുന്ന കാര്യം ആലോചിക്കാം എന്നുള്ള വിചിത്രമായ വാദമാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. അഡ്വക്കേറ്റ് ടി ബി മിനി. പൊസിഷന്റെ വില ആളുകൾക്ക് അറിയാൻ പാടില്ല. അതെ, സുഗതകുമാരി ടീച്ചറൊക്കെ ഇരുന്ന പദവിയാണ്. അല്ല, അത് നിൽക്കട്ടെ. ഞാനിതിൽ പറഞ്ഞാല് ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ വേണമെന്ന് പറഞ്ഞ ആർഗ്യ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതല്ല ജനാധിപത്യ സംവിധാനത്തിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ. നീതിയുടെ നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്യണത്. ആ പരാതികൾ കൊടുത്തല്ലോ ഈ സ്ത്രീകൾ പരാതികൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അവരുടെ പരാതിയെ കൊടുക്കുക, അവരെ സംബന്ധിച്ച് സ്ത്രീകളെ കുറിച്ച് പരാതി കൊടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവാം. അവർക്ക് ഇത് കമ്മീഷനാണോ, കമ്മിറ്റി ആണോ, അല്ലെങ്കിൽ പോലീസാണോ ഒന്നൊന്നും അവർക്കറിയില്ല. അവര് സർക്കാർ നിയമിക്കപ്പെട്ട ഒരു സംവിധാനത്തിൽ തങ്ങളുടെ ഗ്രീവൻസുകൾ എഴുതി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ആ എഴുതി കൊടുത്തത് വെറുതെ കൊടുത്തല്ല. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹേമ ജഡ്ജി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ജഡ്ജാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു കേസിൽ തെളിവെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിലെ പാരഗ്രാഫ് നമ്പർ 31 മുതൽ 40 വരെ വായിച്ചു നോക്കണം. എത്ര പങ്ക്ച്വലായിട്ടും എത്ര പ്രൊസീജിയറിലുമായിട്ടാണ് അവര് സാക്ഷികളെ കേട്ടിരിക്കുന്നത്. ഈ സാക്ഷികളുടെ ഐഡന്റിറ്റി അറിയില്ല, അനോണിമസ് ആയിരുന്നു, കണ്ടിട്ടില്ല. ഈ ഹേമ കമ്മിറ്റിക്ക് എന്താ ഉൾവിളി ഉണ്ടായിട്ടാണ് ഇത് എഴുതി ചേർത്തത്? ഇത് കൃത്യമായി ഈ ആളുകൾ പറഞ്ഞതിന്റെയും സ്റ്റേറ്റ്മെന്റ് ആക്കിയതിന്റെ ഒരൊറ്റ കാര്യം നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. ഇത് പറഞ്ഞ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരാൻ പാടില്ല എന്ന് കരുതി സർക്കാരിന് ഇതിലൊരു നടപടി എടുക്കാൻ പാടില്ല എന്നല്ല. പുതിയ നിയമ സംഹിതയൊന്നും ഒരാളും വായിച്ചു നോക്കിയിട്ടില്ലെന്നേ. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി നേരത്തെ CRPC പ്രകാരമാണെങ്കിലും നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ FIR ഇട്ടിട്ട് അന്വേഷണം നടത്തണം. എന്നിട്ട് വേണം സാക്ഷിയുടെ പോയിട്ട് മൊഴിയെടുക്കാനായിട്ട്. കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ ആരാണ് ഈ പച്ചക്കള്ളവും വിവരമില്ലായ്മയും സർക്കാരിന് ഉത്ഭവിപ്പിച്ചു കൊടുക്കുന്ന ലക്ഷങ്ങള് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരല്ലേ? നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത്? നിയമ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇല്ലേ ഒരു വലിയ സംവിധാനം. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാമോ? ഒരു FIR ഇടണം എങ്ങനെയാ? ഇത് ആഭ്യന്തരമന്ത്രി അല്ലേ, മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അറിയില്ലേ DGPനെ വിളിച്ചേർത്തണം? എങ്ങനെയാ നിങ്ങളൊരു കേസ് എടുക്കണേ? ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, പരാതിക്കാരൻ വരട്ടെ, മരിച്ചുകൊണ്ടുണ്ടാവും. അയാളെ മരിച്ചുപോയ ആള് വന്നിട്ട് പരാതി കൊടുത്തിട്ടാണ് സ്റ്റേറ്റ്മെന്റ്. അതിനാണ് സ്റ്റേറ്റ് നമ്മുടെ ഈ CRPC അനുസരിച്ച് IPC അനുസരിച്ചൊക്കെ കേസ് എടുക്കുന്നതിൽ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് FIR ഇട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ ഒരാൾ ചത്തു കിടക്കുന്നു, നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ എടുത്തിട്ട് കേസ് അന്വേഷണം നടക്കട്ടെ. അതിനാണ് സ്പെഷ്യൽ ടീം ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ. ഞാനപ്പോ കഴിഞ്ഞ ദിവസം 24 ചർച്ചയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഒരു IPS ഓഫീസർ അവരുടെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. മഹാരാഷ്ട്രയിൽ 100-200 പെൺകുട്ടികളെ കോളേജുകളിലൊക്കെ ഉള്ള കുട്ടികളെ വലിയ രീതിയിൽ റേപ്പ് ചെയ്ത് അവരുടെ വീഡിയോസ് എടുത്ത് വലിയ ബിസിനസ് നടത്തിയ ഒരു സെക്സ് റാക്കറ്റ് കണ്ണിണ്ടായിരുന്നു. അയാളെ സംബന്ധിച്ച് അയാൾ വലിയ രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ പിടിയുള്ള ആളായിരുന്നു. അവസാനം മഹാരാഷ്ട്ര ഗവൺമെന്റ് DGP ഈ IPS ഓഫീസറെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ട പുസ്തകം കിട്ടും, അവൈലബിൾ ആണ്. അവരോട് പറഞ്ഞു, രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ടൊരു ബംഗ്ലാവ് എടുത്ത് സുരക്ഷിതമായി അവരെ താമസിപ്പിച്ചു. ഈ വിക്ടിംസ് ആയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വീടുകളിൽ പോയി അവരവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ ജീവൻ കൊണ്ട് അവർ ഓടിപ്പോയിരിക്കുകയായിരുന്നു. അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കണ്ട് സംസാരിച്ച് അന്വേഷണം നടത്തി, രഹസ്യമായി അന്വേഷണം നടത്തി FIR ഇട്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ ശിക്ഷിച്ചു. ഈ ഹിസ്റ്ററി ഇത് മാത്രമല്ല, അങ്ങനെ പല പല ഹിസ്റ്ററികളും ഇന്ത്യയിലെ പല സ്ഥലത്തും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത പോലീസിന്റെ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഈ പോലീസിന്റെ തന്നെ വില കുറച്ച് കാണുന്നത്. പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ വില ആഭ്യന്തരമന്ത്രിയും ഈ സാംസ്കാരിക മന്ത്രി പിന്നെ ബാലഗോപാൽ സാവ് പറഞ്ഞത് എത്ര കറക്റ്റ് ആണ്? അദ്ദേഹത്തിന് നിയമം അറിയാം. ഇനി നിയമം അറിയുന്നവര് മുഖ്യമന്ത്രിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഉൾട്ടയായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്.
അത് സഫർ ചെയ്യണം, അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ ധനകാര്യമന്ത്രി ഒരു കാര്യം പറയുന്നു, സാംസ്കാരിക മന്ത്രി വേറൊരു കാര്യം പറയുന്നു, മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ പറയുന്നത് മറ്റൊന്ന്, വനിതാ കമ്മീഷൻ അധ്യക്ഷ വിചിത്രമായ കാര്യം പറയുന്നു. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് 5 വർഷം TV മിനി 5 വർഷമായി റിപ്പോർട്ട് കിട്ടി, 5 വർഷമായി ഇത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പുറത്തു കൊടുക്കാതെ. AK ബാലനായിരുന്നു അന്ന് സാംസ്കാരിക മന്ത്രി. ചിത്രങ്ങൾ നമുക്ക് കാണാം. ആ കമ്മിറ്റി കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള AK ബാലൻ്റെ കയ്യിലുമാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് വിവരാവകാശത്തിൻ്റെ പേരിൽ പല കേസുകൾ ഇങ്ങനെ വന്ന് ആ റിപ്പോർട്ട് പുറത്തു വിടുന്നതിനെ സംബന്ധിച്ചായിരുന്നു തർക്കം. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഹൈക്കോടതി ചോദിച്ച് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. 5 വർഷത്തോളം ഇത് ചവിട്ടി പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ പറയുകയാണ് പുതിയ പരാതികൾ വരട്ടെ എന്ന്. വളരെ വിചിത്രമായിരിക്കുന്നു TV മിനി. ഞാൻ പറഞ്ഞതേ ഇത് 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ചില സമയത്ത് കണ്ണടച്ച് ഞങ്ങൾ പാൽ കുടിക്കാൻ തിരിയും. നടക്കൂല. കേരളം പോലെ സൊസൈറ്റി നടക്കൂല. ആരായിക്കോട്ടെ, എത്ര ഉന്നതനായിക്കോട്ടെ. ഇപ്പൊ കണ്ടേ ഒരു പെൺകുട്ടി രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കണ്ടതാ. ഞാനിപ്പോ സ്ഥിരമായി കോടതിയിൽ എനിക്ക് ഫുൾ ടൈം ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലില് ഒരു സിനിമ അങ്ങോട്ട് എടുക്കുക, പുതിയൊരു സംവിധായകൻ, എന്നിട്ട് അവന്റെ പ്രധാന പണി എന്താ? അവനെയൊക്കെ വലിച്ചിട്ട് ജനങ്ങൾ തല്ലിക്കൊല്ലണ്ടേ? അതാണ് TV മിനിയെ പോലെ ഉള്ള അഭിഭാഷകർ ഇക്കാര്യത്തിൽ വളരെ വൈകാരികപരമായി വളരെ രോഷത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. കാരണം ഒരു നടപടിയും ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു, വനിതകളുടെ പ്രശ്നങ്ങളെല്ലാം സ്വമേധയാ അവർ നേരിട്ട് എഴുതി നൽകുന്നു, രേഖാമൂലം ആർക്കെതിരെയാണ് പരാതി ഇതെല്ലാം കൃത്യമായി നൽകുന്നു. ആ റിപ്പോർട്ട് 5 വർഷത്തോളം ഒരു സർക്കാർ പൂഴ്ത്തി വെക്കുന്നു. കോടതിയിൽ ഒക്കെ അത് വന്ന് ഇപ്പോൾ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. പിന്നെ അത് വീണ്ടും കേസെടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല. അപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു പരാതി ഇനി ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന്. വളരെ വിചിത്രമായ വാദഗതികളാണ് സംസ്ഥാന സർക്കാരും അവരുടെ കീഴിലുള്ള കമ്മീഷനും ഒക്കെ കൈക്കൊള്ളുന്നത്.